തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ലോകപ്രശസ്ത ശില്പിയായ മൈക്കൽ ആഞ്ചലോ ഒരിക്കൽ തൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരു ഫ്ലോറൻസിലെ തൻ്റെ തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് എന്തോ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടത്. ഉടനെ തന്നെ തൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഒരു മനോഹരമായ ദൃശ്യം നിങ്ങൾ കാണുന്നില്ലേ? അവർ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനായില്ല. മൈക്കൽ ആഞ്ചലോ സൂചിപ്പിച്ചത് മണ്ണിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു മാർബിൾ കഷ്ണമാണ്. അതിലേക്ക് നോക്കിക്കൊണ്ട് മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, ഓ എത്ര മനോഹരമായ മാലാഖ! മാർബിളിനുള്ളിൽ ഒരു മാലാഖയുണ്ട്. അത് കൂടെയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, എൻ്റെ ചുറ്റികയും എൻ്റെ ഉളിയുമൊക്കെ എടുത്തുകൊണ്ട് വരിക. അത് കൊണ്ടുവന്ന് അദ്ദേഹം ആ മാർബിൾ കൊത്തി മിനുക്കി മനോഹരമായ ഒരു ശില്പമുണ്ടാക്കി, ഒരു മാലാഖയുടെ ശില്പം. തീർച്ചയായും ഒരാളുടെ സർഗസൃഷ്ടി ഉണ്ടാകുന്നത് അയാളുടെ ധ്യാനത്തിലൂടെയാണ്. പുഴുവിൽ നിന്ന് ചിത്രശലഭത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു പ്യൂപ്പ അവസ്ഥയുണ്ട്, ഒരു സമാധിയുടെ, കാത്തിരിപ്പിൻ്റെ, ധ്യാനത്തിൻ്റെ അവസ്ഥ. അത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ നമ്മൾ വിത്തിൻ്റെ ഉപമ വായിക്കുന്നു. പാരബിൾ ഓഫ് ദ ഗ്രോയിങ് സീഡ്, വളർന്നു വരുന്ന വിത്തിൻ്റെ ഉപമ. ഒരാൾ വിത്ത് വിതയ്ക്കുന്നു, പകലും രാത്രിയും അയാൾ ഉണർന്നും ഉറങ്ങിയും കഴിയുന്നു. എന്നാൽ അയാൾ അറിയാതെ തന്നെ വിത്ത് മുളച്ചു വരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, പിന്നീട് കതിരിൽ ധാന്യമണികൾ. തീർച്ചയായും അയാൾ അറിയാതിരിക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അയാളുടെ ഭാവനയിൽ അയാൾ കാണുന്നതെല്ലാം ദൈവം ആ വിത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ഓരോ വിത്തിൻ്റെ ഉള്ളിലും ഒരു നിയമമുണ്ട്. ആ നിയമം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് ഏതു തരത്തിലുള്ള ചെടിയായി മാറണമെന്നാണ്. നമ്മുടെ ചെറുതും വലുതുമായ അധ്വാനങ്ങളെ ദൈവത്തിൻ്റെ കരവേലയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ അധ്വാനവും ദൈവത്തിൻ്റെ ജോലിയും ഒത്തുചേരുന്നിടത്താണ് നല്ല സൃഷ്ടികൾ ജീവിതത്തിലുണ്ടാകുന്നത്, നമ്മുടെ അധ്വാനത്തിന് ഫലമുണ്ടാകുന്നത്.